നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസുമായി ഒരു ധാരണയും വേണ്ടെന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിന് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകി. ബിജെപിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് അടക്കമുള്ള മതേതര പാർട്ടികളുമായി സമവായം വേണമെന്ന ജനറൽ സെക്രട്ടറിയുടെ കരട് രാഷ്ട്രീയ രേഖ കേന്ദ്ര കമ്മിറ്റി വോട്ടിനിട്ട് തള്ളി. ബിജെപി മുഖ്യ ശത്രുവാണെന്ന് ആവർത്തിക്കുന്ന സിപിഎം അവരെ നേരിടാൻ കോൺഗ്രസുമായി ധാരണ വേണ്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്? വീണ്ടും ചരിത്രവിഡ്ഢിത്തം ആവർത്തിക്കുകയാണോ സിപിഎം? കേന്ദ്ര കമ്മിറ്റി നിലപാട് ബിജെപിക്ക് ഗുണകരമാകുമോ? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ NP ചേക്കുട്ടി, ഷാജി ജോസഫ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഇന്നത്തെ ചോദ്യത്തിലേക്ക്. സിപിഎം ചരിത്രപരമായ വിഡ്ഢിത്തം ആവർത്തിക്കുകയാണോ? പ്രേക്ഷകർക്ക് ഓൺലൈനായും വാട്സപ്പിലൂടെയും ഈ ചോദ്യത്തോട് പ്രതികരിക്കാം. ഇനി പ്രൈം ഡിബേറ്റ് ഇന്ന് മുന്നോട്ട് വെക്കുന്ന 5 ചോദ്യം. കോൺഗ്രസുമായി ബന്ധമില്ലാതെ സിപിഎമ്മിന് ബിജെപിയെ നേരിടാനാകുമോ? മറ്റൊരു ചോദ്യം, കേന്ദ്ര കമ്മിറ്റി തീരുമാനം ബിജെപിക്ക് ഗുണകരമാകുമോ? ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾ തള്ളുമ്പോൾ സിപിഎമ്മിൽ സംഭവിക്കുന്നത് എന്താണ്? യെച്ചൂരിക്ക് തുടരാനാകുമോ ജനറൽ സെക്രട്ടറിയായി? രാഷ്ട്രീയ പ്രമേയത്തിൽ പാർട്ടി കോൺഗ്രസിലും തർക്കം തുടരുമോ എന്നീ ചോദ്യങ്ങളാണ് പ്രൈം ഡിബേറ്റ് ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ആദ്യം NP ചേക്കുട്ടിയിലേക്ക്. എത്രത്തോളം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്, കാലിക രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തിൽ? എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലുള്ള ഇന്നത്തെ പൊളിറ്റിക്കൽ റിയാലിറ്റി, ആ റിയാലിറ്റിയെ വേണ്ട വിധം മനസ്സിലാക്കിക്കൊണ്ടല്ല പാർട്ടി ഇന്നിപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കാരണം സംഘപരിവാരത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായിട്ട് ജനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പാർട്ടിയെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമല്ല ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് ഒഴിവാക്കിക്കൊണ്ട് സംഘപരിവാറിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് സാധ്യമല്ല. പക്ഷെ കോൺഗ്രസുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ബന്ധവും സാധ്യമല്ല എന്ന് നിലപാട് പാർട്ടി എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് വളർന്നു വരുന്ന ജനകീയമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട ധാരയിൽ നിന്ന് CPM ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. ഇത് 90കളിൽ സുർജിത്തും ജ്യോതിബസും അടക്കമുള്ള നേതാക്കൾ വളരെ ആലോചിച്ച് തയ്യാറാക്കിയ ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖ്യധാരയുടെ മുൻപന്തിയിൽ CPMനെ നിർത്തുക എന്ന രാഷ്ട്രീയ സമീപനത്തിൽ നിന്നുള്ള ഒരു പിന്നോക്കം പോക്കാണ്. അത് വളരെ വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണെന്ന് മാത്രമല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തുള്ള വിശാലമായ ഇന്ത്യയിൽ വളരാനുള്ള എല്ലാ സാധ്യതകളും ചേക്കുട്ടി, ഞാൻ താങ്കളിലേക്ക് വരാം. മനോജ്, യാഥാർത്ഥ്യവുമായി, കാലിക ഇന്ത്യൻ രാഷ്ട്രീയവുമായി, രാഷ്ട്രീയ പശ്ചാത്തലവുമായി ഒരു തരത്തിലും യാഥാർത്ഥ്യബോധത്തോടെയുള്ള തീരുമാനമല്ല CPM എടുത്തിട്ടുള്ളത്. കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള ധാരണയും നീക്കുപോക്കുമില്ലാതെ ബിജെപിയെ എങ്ങനെ നേരിടാൻ കഴിയും CPMന്? ഏത് കോൺഗ്രസുമായിട്ടാണ് ഈ നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടത്? ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ത്രിപുരയിലാണ്. ത്രിപുരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ്സിന് 7 MLAമാരുണ്ടായിരുന്നു. ഇപ്പോൾ 0. ആ 7 MLAമാർ ഇപ്പോൾ BJPയിലാണ് ഉള്ളത്. അപ്പോൾ കോൺഗ്രസ് BJPയുടെ ഒരു ലോഞ്ചിങ് പാഡാണ്. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് ജയിച്ച ആളുകൾ പിന്നെ കാണുന്നത് BJPയിലാണ്. ഗുജറാത്തിൽ 42 MLAമാരെയും കൊണ്ട് അലൂമിനിയം പട്ടേൽ എന്ന് നമ്മുടെ കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ച അഹമ്മദ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി കർണാടകത്തിലേക്ക് ഓടിയത് നമ്മൾ കണ്ടില്ലേ? എന്തിനാ? അത് കോൺഗ്രസിൻ്റെ MLAമാർ, കോൺഗ്രസ് ആണല്ലോ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ, ചേക്കുട്ടി പറയുന്ന രീതിയിലാണെങ്കിൽ ഇന്ത്യയിൽ ഫാസിസത്തിനെതിരായിട്ട് BJPക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണല്ലോ. ആ പാർട്ടി ഏത് മധ്യപ്രദേശിലെ കുന്ദൻ ചന്താവത്ത് എന്ന് പറയുന്ന കക്ഷി പിണറായി വിജയൻ്റെ തലയ്ക്ക് 1 കോടി വില പറഞ്ഞു. എന്തിനാ? അത് RSSനെ എതിർക്കുന്ന ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, അല്ലെങ്കിൽ ശക്തമായ പാർട്ടി CPM ആണ്, അതിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പിണറായി വിജയൻ എന്ന രീതിയിലാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ MLAമാരെ വിലക്കെടുക്കുകയാണ്.
അതായത് CPM-ന്റെ തലയെടുക്കുന്നു, കോൺഗ്രസിന്റെ MLA-മാരെ വിലക്കെടുക്കുന്നു. CPM-ന്റെ MLA-മാരെ CPM-ന്റെ മുഖ്യമന്ത്രിയുടെ കോൺഗ്രസ് ദുർബലമാണ് ബിജെപിയെ നേരിടാൻ ഇപ്പൊ നിലനിൽക്കുന്നത്. അത്തരമൊരു കോൺഗ്രസ് ദുർബലമാണ് ബിജെപിയെ നേരിടാൻ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ദുർബലമാണ് ബിജെപിയെ നേരിടാൻ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ കഴിയുമെന്ന് കോൺഗ്രസ് ദുർബലമായതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഓക്കെ, ത്രിപുരയിലടക്കം നിരവധിയായ കോൺഗ്രസ് നേതാക്കൾ BJP ചേർന്നാണോ? ശക്തമായ കോൺഗ്രസ് എപ്പോഴാണ് BJPയെ നേരിട്ടിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഇപ്പൊ അയോധ്യ പ്രശ്നം എടുക്കുക. അയോധ്യ പ്രശ്നത്തിൽ BJPയേക്കാൾ മുമ്പ് ശിലാന്യാസവും കൊണ്ടുവന്ന ആരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി ഏത് പാർട്ടിയുടെ നേതാവാണ്? കോൺഗ്രസ് ആണ്. അതുപോലെ ഇപ്പൊ ബംഗാളിന്റെ കാര്യം എടുക്കുക. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് വിജയിക്കാനുള്ള CPM-ന് സംഭവിച്ചിട്ടുണ്ട്. 2004 കേരളത്തിൽ നിന്നടക്കം 16ഓളം MP-മാരുണ്ടായിരുന്നു. മൊത്തം ഇടതുപക്ഷത്തിന് 61ഓളം MP-മാരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ ശോഷിപ്പ് അന്ന് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അധികാരമുണ്ടായിരുന്ന പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ആ ശോഷിപ്പ് CPM-ന് സംഭവിച്ചിട്ടുണ്ട്, കോൺഗ്രസിന് മാത്രമല്ല. രണ്ടു പാർട്ടികളും ശോഷിച്ചിട്ടുണ്ട്. അല്ല പ്രകാശേ, ഒന്നുകിൽ പ്രകാശ് മാത്രം പറയുക, അല്ലെങ്കിൽ പ്രകാശ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് അവസരം തരിക. പറഞ്ഞതിലൊരു വ്യക്തത വരുത്തി. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പ്രകാശ് കുറെ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. CPM-ന് ശോഷിപ്പുണ്ടായിട്ടുണ്ട്. BJP രണ്ട് MP-മാർ മാത്രമുണ്ടായിരുന്ന BJP ഭരണകക്ഷിയായിട്ടുണ്ട്. പിന്നണിയിൽ കളിക്കുന്ന RSS മുന്നോട്ട് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഒരു കാലത്ത് ഭരണ കുത്തകയുണ്ടായിരുന്ന 404 അംഗങ്ങൾ, രാജീവ് ഗാന്ധി ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ 404 പേരാണ് കോൺഗ്രസിന്റെ ലോക്സഭയിലെ അംഗത്വം. അത് 44ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിപ്പവും ചെറുപ്പവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ നിലപാടുകളുടെ പ്രശ്നം പറയുമ്പോൾ കോൺഗ്രസ് എന്നാണ് ഈ ഹിന്ദുത്വത്തിനെതിരായിട്ട് ഇപ്പൊ കണ്ടില്ലേ? ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് വന്നല്ലോ. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? അമ്പലങ്ങളൊക്കെ കയറി നിരങ്ങി ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുകയാണ് ചെയ്തത്. രാജീവ് ഗാന്ധി എന്താ ചെയ്തത്? നരസിംഹറാവു എന്താ ചെയ്തത്? ഒന്നുകൂടി ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കണം. നിലവിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റെല്ലാ പ്രാദേശിക പാർട്ടികളും ഏതെല്ലാം ഘട്ടങ്ങളിൽ BJPയുമായി സഖ്യം ചേരാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ അവിടെയെല്ലാം സഖ്യം ചേർന്നിട്ടുണ്ട്. അധികാരം മാത്രമാണ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ മുഖ്യ അജണ്ട തന്നെ. അതുകൊണ്ട് BJPക്കെതിരെ ശക്തമായി അവരുമായി ഒരിക്കലും ഒരു സഖ്യം ചേരാത്ത പാർട്ടി, ഒരു മതേതര പാർട്ടി എന്ന് പറയുന്നത് അവശേഷിക്കുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് ആണ്. അതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റേത് പാർട്ടിയെ കൂട്ടുപിടിച്ചാലും അധികാരത്തിന്റെ ആര് പറഞ്ഞു? വേറെ ഏത് പാർട്ടിയാണ് BJPക്കൊപ്പം സഖ്യം ചേരാത്ത പാർട്ടികൾ എത്രണ്ണമുണ്ട്? ആര് പറഞ്ഞു? പ്രകാശും ചേക്കൂട്ടിയും ഞാനും ഒക്കെ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ? കോലീബി സഖ്യം എന്നൊരു സഖ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വടകര ബേപ്പൂർ മോഡൽ എന്ന മോഡലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്തായിരുന്നു കോൺഗ്രസിന്റെ സമീപനം? CPIM-നെ പരാജയപ്പെടുത്താൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ BJPയുമായി പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടിയാണ് കേരളം. എന്താ ഇന്ത്യയിലല്ലേ? കേരളത്തിന്റെ മാത്രം രാഷ്ട്രീയ പശ്ചാത്തലം, കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ശക്തമായ വിയോജിപ്പാണ് ജനറൽ സെക്രട്ടറി കൊണ്ടുവന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തെ അടക്കം തള്ളാൻ ഇടയാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു. ശ്രീ ചേക്കുട്ടി, താങ്കളുടെ മറുപടി. ഇതിനൊക്കെ ഒന്ന് മറുപടി പറയാല്ല. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാണ്ട് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഗൗരവമുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആ പ്രതിസന്ധി രാഷ്ട്രീയമായ പ്രതിസന്ധി മാത്രമല്ല, ഇന്ത്യയുടെ മൊത്തം ഭരണഘടനാ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസ്റ്റ് ആഭിമുഖ്യമുള്ള സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥ, ഇത്തരത്തിലുള്ള എല്ലാറ്റിനെയും ഇല്ലായ്മ ചെയ്യുന്ന വളരെ ഏകപക്ഷീയമായ വലതുപക്ഷ തീവ്രവാദത്തിന്റെ ഒരു രാഷ്ട്രീയം രാജ്യത്ത് വളർന്നു വരുന്നു. അപ്പൊ അതിനെതിരായിട്ട് ഇത് വളർന്നു വരുന്ന ജനകീയമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കാൻ അവർക്കൊരു ചുമതലയുണ്ട്. ആ ചുമതല നിറവേറ്റുന്ന സമയത്ത് കൂടെ നിൽക്കുന്നവന് പിന്നെ പാർട്ടിയിൽ ആളുണ്ടോ, അല്ലെങ്കിൽ അവർ ശോഷിച്ചു പോയിട്ടുണ്ടോ, അവരുടെ തറവാട്ടിൽ സ്വത്ത് ധാരാളമുണ്ടോ, ഇതൊന്നും നോക്കിയിട്ടല്ല രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നത്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്തിന്റെ സുപ്രധാനമായ ചരിത്രഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ എടുക്കേണ്ട നിലപാടുകൾ എടുക്കുന്നതിൽ ഇന്ന് CPM പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് തെറ്റായിട്ടൊരു തീരുമാനമാണ്. ആ
തെറ്റായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ പാർട്ടിക്കകത്ത് വളരെ ഗൗരവമുള്ള ആഭ്യന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ ഭൂരിപക്ഷം നേരെ എടുത്ത സമീപനം ഒന്ന്. പക്ഷേ പാർട്ടി കോൺഗ്രസിലേക്ക് ഈ വിഷയങ്ങൾ പോകും, പാർട്ടി ഇത് ചർച്ച ചെയ്യും. മാത്രമല്ല ഇപ്പൊ പാർട്ടി രേഖ പുറത്തു വരുന്നു. പാർട്ടി രേഖ പുറത്തു വരുന്നതിന്റെ ഭാഗമായിട്ട് വളരെ വിപുലമായിട്ടുള്ള ചർച്ചകൾ നടത്തും. ആ ചർച്ചകളുടെ അന്തിമമായിട്ടുള്ള തീരുമാനം എന്ത് എന്നുള്ളത് പാർട്ടി കോൺഗ്രസിൽ തന്നെ വരാൻ പോകുന്നത്. ഇപ്പോഴത്തന്നെ പിന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ശ്രീ പി എം മനോജ്, കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള ധാരണയോ സഖ്യമോ ഇല്ലാതെ ദേശീയ തലത്തിൽ എങ്ങനെ നേരിടാൻ കഴിയും BJP-യെ CPM-ന്? അതിനു മുമ്പ് ഒരു കാര്യം, ഇത് ആരാ പറയുന്നത്? SDPI കഴിഞ്ഞ ദിവസം RSSകാരനെ കൊന്നിട്ട് RSSകാരൻ പോലും പേര് പറയാത്ത SDPIയുടെ പത്രത്തിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപര്, ആ പത്രാധിപരുടെ ഉപദേശമൊന്നും കേട്ടിട്ട് CPM നടക്കേണ്ട കാര്യമില്ല. ഈ സ്വതന്ത്ര നിരീക്ഷകന്റെ വേഷത്തിൽ SDPI എന്ന വർഗീയ പാർട്ടിയുടെ വർഗീയ പ്രസ്ഥാനത്തിന്റെ പത്രാധിപര് വന്നിട്ട് CPIM-നെ ഉപദേശിക്കുക. അവിടെയാണ് വിഷയം. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളിപ്പോ എന്നോട് കുറെ ചോദ്യം ചോദിച്ചല്ലോ പ്രകാശ്. ഈ SDPI-കാരന്റെ ആ പത്രാധിപരുടെ പിന്നെ വർത്തമാനത്തിന് ഒരു ചോദ്യം ഉണ്ടായില്ല എന്നത് നാട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അത് നാട്ടുകാർ കാണണം. എന്താ ഇങ്ങനെ വന്നിട്ട് എന്താണ് ചോദ്യം? CPM-നെ അങ്ങ് നന്നാക്കി കളയാന്ന്. CPM-ന് എന്താ ഇവരുടെ സഹായത്തോടെയാണോ CPM RSSനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? ഇവരുടെ സഹായത്തോടെയാണോ CPM-ന്റെ ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുന്നത്? കൃത്യമായിട്ട് അല്ലല്ല പ്രകാശേ, ഞാൻ പറയട്ടെ, CPM കൃത്യമായിട്ട് CPIM അതിപ്പോ കേരളത്തിലെ ശക്തിയുണ്ട്, ത്രിപുരയിലെ ശക്തിയുണ്ട്, ബംഗാളിൽ ഇപ്പൊ ശരിയാ ഭരണത്തിൽ നിന്ന് പോയിട്ട് ശക്തി കുറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുണ്ട്. ഈ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഫാസിസത്തിനെതിരായിട്ട് RSS പ്രതിനിധാനം ചെയ്യുന്ന ഫാസിസ്റ്റ് സമാനമായ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തത് ഏതെങ്കിലും ഘട്ടത്തിൽ SDPIയുടെ സഹായത്തോടെയല്ല, SDPIയുടെ സർട്ടിഫിക്കറ്റോടെയല്ല. അതുമാത്രമല്ല, നമ്മളിപ്പോ കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് എത്ര CPM-കാർ മരിച്ചു വീണു, എത്ര ആളുകൾ? ഒരു പ്രതിഷേധം നമ്മൾ രാഷ്ട്രീയ കൊലപാതകം കേരളം ഇന്ത്യയുടെ ഭാഗമല്ലാതല്ലോ. താങ്കൾ അങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. 19-ാം പാർട്ടി കോൺഗ്രസ് കോയമ്പത്തൂരിൽ വെച്ച് ചേർന്നു. വർഗീയ പാർട്ടിയായ BJP-യെയും കോൺഗ്രസിനെയും അധികാരത്തിൽ നിന്നും മാറ്റുക എന്നതായിരുന്നു രാഷ്ട്രീയ പ്രമേയം. എന്ത് സംഭവിച്ചു? ഒടുവിൽ BJP വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു മാത്രമല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഈ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിന്റെ പ്രായോഗികത അതുകൊണ്ടാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. എങ്ങനെ നേരിടും BJP-യെ CPM? വർഗീയ ശക്തി എന്ന് പറഞ്ഞാൽ അത് BJP മാത്രമല്ല. ഇന്നിപ്പോ RSSന് രാഷ്ട്രീയ അധികാരം കൈവന്നു എന്നതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് സമാനമായ രീതിയിൽ പ്രവർത്തിക്കാൻ BJP-ക്ക് കഴിയുന്നു, RSSന് കഴിയുന്നു. എന്നാൽ ഇതുപോലുള്ള മറ്റു പല ഉദാഹരണങ്ങളും ലോക ചരിത്രത്തിൽ വേറെ ഉണ്ട്. ആ ചെക്കുട്ടിക്ക് അറിയായിരിക്കും, അറിഞ്ഞാലും പറയില്ല. ഈ ചെക്കുട്ടിയെ പോലെയുള്ള ആളുകൾ CPM-നെ നന്നാക്കാൻ നടക്കുന്നതിന് പകരം എങ്ങനെയാണ് ഫാസിസ്റ്റ് സമാനമായ രാഷ്ട്രീയത്തിനെതിരായ സമരം നയിക്കുക? അത് ഒരു തരത്തിലും നിലപാടില്ലാത്ത ഞാനീ പറഞ്ഞൊന്നും വെറുതെ അല്ല. എന്തിന് ഒരു മിനിറ്റ് മറുപടി അല്ല, എങ്ങനെ നേരിടും കോൺഗ്രസ് ഇല്ലാതെ BJP-യെ CPM? കോൺഗ്രസിനെ കൂട്ടിയിട്ടാണോ ഇതുവരെ CPM നേരിട്ടത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിൽ CPM ഇതുവരെ നേരിട്ടു, ഇതുവരെ CPM പ്രവർത്തകർ മരിച്ചു വീണു. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കോൺഗ്രസിന്റെ ഒരു നേരിയ പ്രതികരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇന്ന് വരെ സ്വജീവൻ ത്യജിച്ചും മതസൗഹാർദ്ദം സംരക്ഷിക്കണമെന്ന് പ്രതിജ്ഞയെടുത്ത് വർഗീയ കലാപത്തിനെതിരെ ആ കലാപം ശമിപ്പിക്കാൻ രംഗത്തിറങ്ങിയ CPM പ്രവർത്തകർ അവർ കൊല്ലപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും കോൺഗ്രസിൽ നിന്ന് ഒരു പ്രതിഷേധ പ്രസ്താവനയോ അതല്ലെങ്കിൽ ഒരു പ്രതികരണമോ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? തന്നെയാണ് അഖിലേന്ത്യാ സ്ഥിതിയും. ഇത് കണക്കാക്കാതെ ISIS-ന്റെ ഏർപ്പാട് കണ്ണിലൂടെ കണ്ടിട്ട് കാര്യമില്ല എന്നാണ് ചെക്കോട്ടാണ് എനിക്ക് പറയാം. ശ്രീ ഷാജി ജോസഫ്, ഇവിടെ ഈ CPM-ന് എത്രത്തോളം അതിനുള്ള ശക്തിയുണ്ട് ദേശീയ തലത്തിൽ BJP-യെ ഒറ്റയ്ക്ക് നേരിടാൻ? മതേതര കക്ഷികളുടെ കൂട്ടായ്മ, ഐക്യം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതെല്ലാം യാഥാർത്ഥ്യമാകുന്നതാണോ യഥാർത്ഥത്തിൽ? CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അതിൻ്റെ ഒരു ബൗദ്ധിക തലത്തിൽ ഈ പാർട്ടിക്ക് ഒരു വലിയ ശക്തി ഇന്ന് ഇന്ത്യയിലുണ്ട്. എനിക്ക് തോന്നുന്നത് പാർട്ടിയിൽ എത്ര MP-മാരുണ്ട്, MLA-മാരുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ പല സംസ്ഥാനങ്ങളിലെയും സ്വാധീനം എന്താണ് എന്നതിനും അപ്പുറം മാർക്സിയൻ ചിന്താഗതി ഇപ്പോഴും വളരെ വലിയൊരു ജനത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് പാർട്ടിയുടെ ഐഡിയോളജിയെയും അതിൻ്റെ ആദർശത്തെയും
പ്രായോഗിക രാഷ്ട്രീയത്തെയും ഒരു പോയിന്റ് ഓഫ് മീറ്റിങ്ങിൽ രണ്ടും ഒന്നിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ പാർട്ടിയിൽ വലിയ കൺഫ്യൂഷനുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്നത്തെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ബ്രീഫ് ചെയ്ത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ബഹുമാനപ്പെട്ട സീതാറാം യെച്ചൂരി ഒരിക്കൽ ഒരു ചൈനയിലേക്ക് ഒരു പാർലമെൻറ്റിലെ ഡെലഗേഷനെ നയിച്ച ശേഷം തിരിച്ചു വന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പത്രക്കാരോട് ഒരു പ്രസ്താവന നടത്തി. അതിങ്ങനെയായിരുന്നു: ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഡ്രൈവർമാരെ പോലെയാണ്. അവർ ഇടത്തോട്ട് സിഗ്നൽ ഇടുന്നു, വലത്തോട്ട് വണ്ടി തിരിക്കുന്നു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസുമായുള്ള ബാന്ധവത്തെക്കുറിച്ച് CPIM നടത്തിയിരിക്കുന്ന ഈ ചർച്ചയെന്ന് പറയുന്ന ആ പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. എന്നാൽ ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ അത് ശ്രീ ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കുന്ന കാര്യത്തിലോ 2008 ന്യൂക്ലിയർ ഇഷ്യൂവിൻ്റെ പേരിൽ UPAയിൽ നിന്ന് പിന്തുണ പിൻവലിക്കുന്ന കാര്യത്തിലൊക്കെ പാർട്ടിക്ക് സംഭവിച്ച, CPIMന് സംഭവിച്ച വീഴ്ചകൾ പിന്നീട് ചരിത്രത്തിൽ നിന്ന് പാർട്ടി പഠിച്ചിട്ടുണ്ടോ എന്നത് എനിക്ക് അങ്ങനെയുള്ള ഒരു വീഴ്ചയായി മാറുമോ ഇപ്പോഴത്തെ തീരുമാനം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തീരുമാനത്തിലൂടെ അത് പ്രത്യക്ഷമായും പരോക്ഷമായും ആ തീരുമാനം BJPക്കാണോ ഗുണകരമാകാൻ പോകുക? ഞാൻ ഇപ്പോഴും ശ്രീ മനോജ് പറഞ്ഞതൊക്കെ കേൾക്കുകയാണ്. എനിക്ക് ശ്രീ മനോജിനോട് പറയാനുള്ളത്, CPIM എന്ന പാർട്ടി കേരളത്തിലെ വളരെ വലിയ ശക്തിയാണ്, അതിനൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പാർട്ടിയിൽ നിന്ന് നേതൃത്വം ആഗ്രഹിക്കുന്ന, ഈ പാർട്ടിയിൽ നിന്ന് ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ജനാവലി ഇന്ത്യയിലുണ്ട്. കോൺഗ്രസിനെ ആശ്രയിച്ച് ഇവിടുത്തെ നിലനിൽക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ചില നയങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷ വയ്ക്കാത്ത ജനമുണ്ട്. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇന്ന് CPIM നിലവിൽ കാലികമായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുത്തിരിക്കുന്ന ഈ തീരുമാനം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ദരിദ്ര ജനങ്ങളിൽ, ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കിടയിൽ ദ ലാസ്റ്റ് മാൻ ഇൻ ദ റോ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കും എന്ന് ഭയപ്പെടുന്നവരിൽ ഒരാളാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, ബിജെപിക്കാണോ ഇതിന്റെ ഗുണഫലം ലഭിക്കാൻ പോകുന്നത്? CPIMന്റെ ഈ രാഷ്ട്രീയ ഇത് പാർട്ടി കോൺഗ്രസിലാണ് അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക എങ്കിൽ പോലും ഞാൻ പറയുന്നു, കോൺഗ്രസുമായി ഒരു ധാരണ പോലും വേണ്ട എന്ന് ഇന്നത്തെ രേഖയിൽ പറയുമ്പോഴും CPIMും കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടാത്ത ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും CPIMന്റെ വോട്ട് കോൺഗ്രസിലേക്ക് തന്നെ പോവുകയുള്ളൂ. കാരണം പാർട്ടി ഡിക്ലെയർ ചെയ്തിട്ടില്ലേ, ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് BJPയാണ്, അവർ നേതൃത്വം കൊടുക്കുന്ന ഫാസിസമാണ്. അപ്പോൾ അതിൽ നമ്മൾ സംശയിക്കേണ്ട. പക്ഷേ ഇന്നത്തെ ഈ തീരുമാനം കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം മതേതര കക്ഷികളെ ഒന്നിച്ചു നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമിന് നേതൃത്വം CPM കൊടുക്കും, അതിലേക്കുള്ള വഴികൾ CPM തന്നെ തുറക്കും എന്ന് വിശ്വസിച്ചിരുന്ന, എന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനങ്ങൾക്ക് ഒരു വലിയ സെറ്റ് ബാക്ക്, വലിയൊരു നിരാശ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രമേയം, ആ രാഷ്ട്രീയ പ്രമേയത്തിന് ഏറ്റവും വലിയ പാർട്ടിയുടെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയിൽ സ്വീകാര്യത ലഭിക്കുന്നില്ല. അതായത് ആ ജനറൽ സെക്രട്ടറിയുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ തള്ളുന്നു. അങ്ങനെ ആ ജനറൽ സെക്രട്ടറിക്ക് ആ ഘടകത്തിൻ്റെ CPMന്റെ അടക്കം ജനറൽ സെക്രട്ടറിയായി തുടരാൻ കഴിയുമോ വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ, അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിലെങ്കിലും? ഇത് കുറച്ചൊരു ക്രൈസിസ് ഉണ്ട്. പ്രശ്നം രണ്ട് പാർട്ടിക്കകത്തുള്ള രണ്ട് ഭിന്ന നിലപാടുകളിൽ പ്രകാശ് കാരാട്ട് ഉന്നയിക്കുന്ന രാഷ്ട്രീയ നിലപാടിനോട് ചില കാര്യങ്ങളിൽ യെച്ചൂരി അഭിപ്രായ വ്യത്യാസം കാണിക്കുന്നുണ്ട്, നമുക്കൊക്കെ അറിയാതെ. പക്ഷേ പുതിയ രേഖ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ യെച്ചൂരി സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ആ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു രേഖയായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമ്മേളനത്തിന് മുമ്പ് 2 മാസം നടക്കുന്ന ദീർഘമായ ചർച്ചകളിലൊക്കെ തന്നെ പാർട്ടിയുടെ ബന്ധുക്കൾക്ക്, പാർട്ടി അനുഭാവികൾക്ക്, പൊതുസമൂഹത്തിന് എല്ലാവർക്കും ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അർഹത പാർട്ടി അംഗങ്ങൾ ഭേദഗതി കൊണ്ടുവരും. ഒരുപക്ഷെ ബംഗാൾ ഘടകം തന്നെ പാർട്ടി കോൺഗ്രസിലടക്കം ഭേദഗതി അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ യെച്ചൂരി ഉന്നയിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച നിലപാടുകൾക്ക് അംഗീകാരമില്ലാത്ത സാഹചര്യം വന്നാൽ പിന്നെ യെച്ചൂരി
പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിൽ എത്രത്തോളം ധാർമ്മികമായി അതിൽ ശരിയുണ്ട്? അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നേരത്തെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് സുന്ദരയുടെ കാലത്ത് സുന്ദരയെയും പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ ഭൂരിപക്ഷം അംഗങ്ങളും തമ്മിൽ ഭിന്നതകൾ ഉണ്ടായ സമയത്താണ് സുന്ദരയെ മാറിയിട്ട് EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ള നേതാക്കൾ പുതുതായിട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി നയപരമായിട്ട് ജനറൽ സെക്രട്ടറി റെപ്രസെന്റ് ചെയ്യുന്ന സമീപനത്തെ പാർട്ടി PBയും കേന്ദ്ര കമ്മിറ്റി തള്ളുകയാണെങ്കിൽ, അപ്പോൾ അത് പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയാണെങ്കിൽ യെച്ചൂരി വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. മറിച്ച് രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന, പാർട്ടിയുടെ ഇന്ത്യൻ സമൂഹത്തിലുള്ള അതിന്റെ ഒരു എന്താ പറയുക പ്രധാനപ്പെട്ട റോളിനെ നിർവഹിക്കാൻ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇപ്പൊ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസിന്റെ ഞാൻ ആദ്യം ശ്രീ ചേക്കുട്ടി ആദ്യം ചോദിക്കണമെന്ന് കരുതിയതാണ്. PM മനോജ് ഓർമ്മിക്കുകയും ചെയ്തു. ഈ കോൺഗ്രസിന്റെ ഭാഗമോ അല്ലെങ്കിൽ സഖ്യകക്ഷിയോ ആയി CPM മാറിയാൽ പിന്നെ CPM പോലത്തെ ഒരു ദേശീയ പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന ചോദ്യമുണ്ട് മറുഭാഗത്ത്. യെച്ചൂരി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. യെച്ചൂരിയുടെ രേഖയിൽ പറയുന്നത് BJP എന്ന് പറയുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വിശാലമായൊരു മുന്നണി ഉണ്ടാക്കുന്ന സമയത്ത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളെ നമ്മൾ അതിന് തട്ടിക്കളയരുത്, അതിന് റിജക്റ്റ് ചെയ്യരുത്, അവരുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ഒഴിവാക്കരുത് എന്ന് മാത്രമേ സമയത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്. താങ്കൾ നിർത്താം. ഈ നിലപാടാണ് കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന കേരളം, ബംഗാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ, അതിലൊഴികെ CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കാര്യമായി സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിലോ മറ്റു മണ്ഡലങ്ങളിലോ കോൺഗ്രസുമായി സഖ്യമാകാം. അങ്ങനെയൊരു അടവ് നയത്തിലേക്ക് പോയാൽ എന്താണ് തെറ്റ് BJPയെ നേരിടുന്നതിൽ? അങ്ങനെ ഒരു 3 സംസ്ഥാനങ്ങളുടെയോ CPMന്റെ ശക്തിയുള്ള സംസ്ഥാനങ്ങളുടെയോ പ്രശ്നമല്ല ഇത്. കോൺഗ്രസിന്റെ സമീപനത്തിന്റെ പ്രശ്നമാണ്, കോൺഗ്രസിന്റെ നയത്തിന്റെ പ്രശ്നമാണ്. കോൺഗ്രസ് തുടരുന്ന സാമ്പത്തിക നയം, കോൺഗ്രസ് തുടരുന്ന മൃദു ഹിന്ദുത്വ നയം. കോൺഗ്രസ് വർഗീയ പാർട്ടിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ കോൺഗ്രസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാനാണ് രാഹുൽ ഗാന്ധി സമയം കണ്ടെത്തിയത്. അതുപോലെ ശിലാന്യാസം ആരാണ് അനുവദിച്ചത്? അപ്പോൾ ഇങ്ങനെ മൃദു ഹിന്ദുത്വ സമീപനം ഒരു ഭാഗത്ത് തുടരുക, മറ്റു കാര്യങ്ങളിൽ നമ്മൾ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നല്ലോ നോട്ട് നിരോധനം. ആ നോട്ട് നിരോധനം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോൾ കെട്ടി എഴുന്നള്ളിച്ച കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആര്? രാഹുൽ ഗാന്ധി. നേരെ വർഷാന്തം അതുപോലെ പുതുവർഷം ആഘോഷിക്കാൻ ഇന്ത്യയിൽ നിന്ന് പറന്നുപോയി. അങ്ങനെ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമരം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? നോട്ട് നിരോധനം, GST, അതുപോലെ മറ്റ് നിരവധി കർഷക പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറയേണ്ടത് നമ്മുടെ ഒരു കാപട്യമുണ്ട്, ഈ ചർച്ചയിലടക്കം കാപട്യമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ അവസാനമായിട്ട് പ്രകാശം ഞാൻ പറയാം, നിങ്ങളുടെ ചാനലിനോട് തന്നെ പറയാം, നിങ്ങൾ എൻ്റെ പടം എഴുതി കാണിച്ച് അതിൻ്റെ താഴെ ദേശാഭിമാനി എന്ന് എഴുതുന്നത്, ചെക്കുട്ടിയുടെ പടം എഴുതി കാണിച്ച് മാധ്യമ പ്രവർത്തകൻ എന്നാണ് എഴുതുന്നത്. ചെക്കുട്ടി സ്വന്തമായിട്ട് നിൽക്കുന്ന സ്ഥലം പോലും നിങ്ങൾ കാപട്യപൂർവ്വം മറച്ചു വെക്കുന്നു. തെറ്റായ രീതിയിൽ അദ്ദേഹം ഒരു പത്രത്തിന്റെ പത്രാധിപരാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആ പത്രത്തിന്റെ പേരെഴുതുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആ പത്രത്തിന്റെ പേരെഴുതുന്നില്ല? എന്തിനാണ് ഈ കാപട്യം? എന്തുകൊണ്ട് എഴുതി കാണിക്കുന്നില്ല? എന്നെ എന്തുകൊണ്ട് ദേശാഭിമാനി എന്ന് കാണിക്കുന്നു? കാപട്യമാണ് പ്രകാശ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാപട്യപൂർണമായ ചർച്ച കോൺഗ്രസുമായി ബന്ധം വേണം എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കോൺഗ്രസുമായി ബന്ധം വേണമെന്ന അതുകൊണ്ടാണ് പറഞ്ഞത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ നയമുണ്ട്, ദേശാഭിമാനിയുടെ പത്രാധിപർക്ക് ദേശാഭിമാനിയുടെ നയമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ നയം? കോൺഗ്രസുമായി ധാരണയില്ലാതെ CPMന് BJPയെ നേരിടാനാകുമോ എന്നായിരുന്നു പ്രൈം ടൈം മുന്നോട്ട് വെച്ച ചോദ്യം. 44% പേർ ഓൺലൈനിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകുമെന്നും ആകില്ല എന്ന് 56% പേരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഷാജി ജോസഫ്, PM മനോജ്, ഒപ്പം NP ചേക്കുട്ടി. മറ്റൊരു വിഷയമായി നാളെ കാണാം. നമസ്കാരം.